ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ? ഈ ചൂടിന് കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് കേട്ടോ. അതിനൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് നമുക്ക് കൂവപ്പൊടി എന്ന് പറയും, എന്ന് വെച്ചാൽ ആരോറൂട്ട് പൗഡർ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അത് 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിക്കാം. ഒരു 2-3 സ്പൂൺ പാലൊഴിച്ച് അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുക്കണം. കൂവപ്പൊടി നമ്മുടെ ശരീരത്തെ നല്ലപോലെ തണുപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ ചൂട് കാലത്ത് നമുക്ക് നല്ലതാണിത് കഴിക്കുന്നത്. മക്കൾക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ കൂവപ്പൊടി ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ഞാനത് കുറച്ചായതുകൊണ്ട് കുറച്ചുകൂടെ അധികം പാലും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കാച്ചുന്നത്. അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് വേണം അത് തിളപ്പിച്ചെടുക്കാൻ. ഇനി അതിലേക്ക് അതേ അളവിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ അതൊന്ന് കുറുക്കിയെടുക്കാം. അത് കൂവപ്പൊടി ചൂടാകുമ്പോഴേക്കും നല്ല തിക്കായി വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കൈവിടാതെ ഇളക്കിയിട്ട് വേണം അത് തിളപ്പിച്ചെടുക്കാൻ. ഓക്കെ. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം, വലിയവർക്കും കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഷുഗറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഈ ചൂട് കാലത്ത് ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരം ചൂടാവുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ വീട്ടിൽ തന്നെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പം നമ്മളിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. എന്നുവെച്ചാൽ തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ല തിക്കായി പോകുന്നതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതവിടെ നിന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് സെറ്റാക്കാം. ഇതാണ് കസ്കസ്. ഇത് ഒരു സ്പൂൺ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതൊരു ജെല്ലി ടൈപ്പാവും. അതുകൂടെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്യണം. കാരണം കസ്കസും നമ്മുടെ ശരീരത്തിനെ നല്ലപോലെ തണുപ്പിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുകൂടെ നമുക്ക് ഈ ജ്യൂസിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻസ് ഇടണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആരോറൂട്ട് അല്ലെങ്കിൽ കൂവപ്പൊടി നല്ലപോലെ തിളച്ച് തിക്കായി വരുന്നുണ്ട്. അത് നിങ്ങൾക്കിവിടെ കാണാമല്ലോ അല്ലേ? അപ്പോൾ തിളച്ച് വന്നിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ ജ്യൂസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ തിളച്ച് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതേ നല്ല തിള വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് വെക്കാം. ഇനി ഈ ഒരു കൂവപ്പൊടീൻ്റെ ജ്യൂസ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ല അല്ലേ, നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മളൊരു പ്രാവശ്യം കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ ഇത്. അങ്ങനെ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി വെച്ചു ഞാൻ. ഇത് നല്ലപോലെ ഇനി തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് ജ്യൂസായിട്ട് അടിച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പോൾ അതിലേക്ക് വേണ്ടത് ഡേറ്റ്സ്. ഇതാണ് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലാതെ പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ കുറച്ച് പിസ്ത കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണോ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇടാം. ഇതെല്ലാം ഒരുമിച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലൊരു നല്ല ടേസ്റ്റി ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കസ്കസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ജ്യൂസ് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇവിടെ മോനൊക്കെ നല്ല പോലെ കഴിക്കും. അപ്പം ഞാനും ഇത് ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ട് ഞാനും ഡെയിലി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വീട്ടിൽ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്